നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആതിരെ പോലെ ഒരു പെൺകുട്ടി തന്നെയല്ലേ അനഘയും? ഇതിനോടകം അവളും ധാരാളം സ്വപ്നം കണ്ടു കാണില്ലേ? അറിയിക്കാത്ത സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്താ സച്ചേട്ട കാര്യം? ആതിരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാ. ഞാൻ പറഞ്ഞ അവള് കേൾക്കുകയും ചെയ്യും. അങ്ങനെ അവളെ നിരാശയിലേക്ക് തള്ളിവിട്ടിട്ട് അനഘയെ പകരക്കാരിയാക്കിയാൽ എന്താ പിന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആരോടൊക്കെയുള്ള വാശി തീർക്കുന്നത് പോലെയാ അവന്റെ അടുത്തേക്കും അനഘയ്ക്കും ഈ വിവാഹം. സന്ദീപ് അനഘയുടെ കഴുത്തിൽ താലി കെട്ടണം. അത് കഴിഞ്ഞുള്ള ജീവിതത്തെ പറ്റി അവരാരും ചിന്തിക്കാത്ത എന്താ? എടോ, താൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. എല്ലാവർക്കും അതുപോലെ പറ്റണമെന്നുണ്ടോ? ഇവിടെ വിവാഹത്തേക്കാൾ പ്രാധാന്യം അച്ഛന്റെ തീരുമാനത്തിന് അല്ലേ? അല്ല, കെട്ടുന്നവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം. ആതിരെ സന്ദീപ് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് നിൽക്കില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സന്ദീപിന്റെ ആതിരയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവർ രണ്ടുപേരുവാ. അഭിപ്രായം പറയാന്നല്ലാതെ തീരുമാനം എടുക്കാൻ ആർക്കും അവകാശമില്ല. അത് ആരായാലും ശരി. തെറ്റായ തീരുമാനം എടുത്താൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം. അർച്ചന, താൻ പറയുന്നൊക്കെ ശരിയാ. അച്ഛൻ ഇതേ അവസ്ഥയിൽ കിടന്ന് എന്നോട് പറഞ്ഞിട്ടാ ഞാൻ തന്നെ വിവാഹം കഴിച്ചത്. എന്നിട്ടോ? എന്നിട്ട് നമ്മുടെ ജീവിതം എന്തായി? വിവാഹത്തിന് മുൻപ് ഒരു തവണ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ അന്നേ ഞാൻ പിന്മാറില്ലായിരുന്നോ? സച്ചേട്ടൻ അച്ഛന്റെ ആഗ്രഹത്തിന് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്നവർക്കൊരു മനസ്സുണ്ടെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നതെന്നും മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനിടയിൽ സച്ചേട്ടൻ മറന്നുപോയി. അതെന്റെ വിധിയാ. എനിക്കതിലെ പരാതിയില്ല. ഈ വിവാഹത്തോടെ സച്ചി അർച്ചന ജീവിതം ആവർത്തിക്കപ്പെടുക, സന്ദീപിലൂടെ അനഘയിലൂടെയും. അതൊക്കെ വിവാഹശേഷം അവർ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങും, പരസ്പരം മനസ്സിലാക്കി തുടങ്ങും. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ മറ്റെല്ലാവരുടെ മനസ്സിൽ നിന്നും മാറി അവരവളെ സ്നേഹിച്ചു തുടങ്ങും. പിന്നെന്താ സച്ചേട്ടാ ആ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയത്? വിവാഹം ഒന്നിന്റെ അവസാന വാക്കല്ലെന്ന് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് തെളിയിച്ചു തന്നതല്ലേ? അർച്ചനെ പോലെ എല്ലാം ഉള്ളിലൊതുക്കി എന്നെങ്കിലും ഭർത്താവിന്റെ സ്നേഹവും പരിചരണത്തിനും കാത്തിരിക്കുന്ന ഒരു ഭാര്യയായിരിക്കാൻ അനഘയ്ക്ക് പറ്റുമെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ? ഇനിയൊരു പരീക്ഷണം നടത്തണോ നമ്മള്? അച്ഛന്റെ ആഗ്രഹപ്രകാരം സച്ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചു. ഏടത്തിയുടെ ജീവിതം പകുതിയിൽ നിന്നതുകൊണ്ട് പ്രായശ്ചിത്തമായി സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കുന്നു. ഇതിനിടയിൽ ആരുടെയൊക്കെയോ ജീവിതവും സ്വപ്നങ്ങളും ഒക്കെ തകർന്നു വീഴുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മക്കളുടെ സന്തോഷം എന്ന തെറ്റിദ്ധാരണയിലൂടെ അച്ഛനെടുത്ത തീരുമാനം നമ്മൾ തിരുത്തണം. കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞ അച്ഛന് മനസ്സിലാവും. എന്റെ സ്വന്തം അച്ഛനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു മോളുടെ സ്നേഹവും വാത്സല്യവും സംരക്ഷണവും അദ്ദേഹം തന്നിട്ടുമുണ്ട്. ആ ഒരു അവകാശത്തിലാണ് ഞാനീ പറയുന്നത്. അച്ഛനെ ഏത് വിധേനയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. എന്റെ ശ്രമം പരാജയമാവുമെങ്കിൽ മാത്രമേ സന്ദീപും അനഘയും തമ്മിലുള്ള വിവാഹം നടക്കൂ. നമ്മള് കാരണം നമ്മുടെ അച്ഛൻ എന്തെങ്കിലും വരുന്നതിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ നമുക്ക്? എടുത്തി, എനിക്കൊന്നും അറിയില്ല. സ്നേഹിക്കുന്ന പെണ്ണിനൊപ്പമാണോ അച്ഛന്റെ തീരുമാനത്തിനൊപ്പമാണോ നിൽക്കേണ്ടെന്ന ആശയക്കുഴപ്പം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്.
എടുത്തി പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ അഭിപ്രായം പറഞ്ഞ നീ ആതിരെ മറക്കുന്നത് നല്ലത്. എടുത്തി, ഈ നിമിഷം വരെ നീ നിന്റെ ഇഷ്ടത്തിനാ ജീവിച്ചത്. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ നീ തീരെ ചെറുപ്പാ. ഇവിടുത്തെ അമ്മ മരിച്ച് കുറെ കാലത്തിന് ശേഷവും അച്ഛനാകെ തകർന്ന അവസ്ഥയിലായിരുന്നു. പലതവണ മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാനും നന്ദേട്ടനും ഒക്കെ അച്ഛനെ നിർബന്ധിച്ചിട്ടുണ്ട്. അച്ഛൻ അതിന് തയ്യാറായില്ല. അതെല്ലാം നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി തന്റെ ജീവിതം പോലും വകവയ്ക്കാത്ത മനുഷ്യനാ നമ്മുടെ അച്ഛൻ. നിനക്കിഷ്ടപ്പെട്ട വീട്, നിനക്കിഷ്ടപ്പെട്ട കാറ്, ബൈക്ക്, നിനക്കിഷ്ടപ്പെട്ട സൗകര്യങ്ങൾ, നിനക്കിഷ്ടപ്പെട്ട രാജ്യത്ത് പോകാനുള്ള പണം, അങ്ങനെ എല്ലാം നിനക്ക് നിനക്ക് നിനക്ക്. നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിര് നിൽക്കാത്ത ആ പാവത്തിന് നീ എന്ത് തിരികെ കൊടുത്തിട്ടുണ്ട്? ആദ്യമായിട്ടാ അച്ഛൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്, അതും അത്രയും വലിയ ആഗ്രഹത്തോടെ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നാ അച്ഛന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ മോനെ നിനക്ക്? എനിക്ക് അച്ഛനോട് വലിയ കടപ്പാടുണ്ട്. അതുകൊണ്ടാ അനഘയെ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാത്തത്. വേണ്ട എന്ന ഒറ്റ വാക്കിൽ നമുക്ക് തീർക്കാമായിരുന്നു, അച്ഛൻ ഹോസ്പിറ്റലാവുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പൊ സ്ഥിതി അതല്ലല്ലോ. നീ കാരണം അച്ഛൻ എന്തേലും സംഭവിച്ചാ ആ ശാപം നിന്റെ തലമുറകൾക്ക് കൂടി ഉണ്ടാവും. അച്ഛനെ എതിർത്ത് നീ ആതിരയോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയാലും നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റേണ്ടത് മക്കളുടെ കടമയാണ്. ജീവിച്ചിരിക്കുമ്പോഴേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞ് ഫോട്ടോയിൽ മാലയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുള്ളൂ. നീ കാരണം അച്ഛനൊന്നും സംഭവിക്കരുത്. അങ്ങനെ എന്തേലും ഉണ്ടായാ ഈ ഏടത്തെയും പിന്നെ നീ കാണില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.